ഫ്രണ്ട്സ്, നമുക്കൊരു നല്ലൊരു മുട്ട റോസ്റ്റ് റെഡിയാക്കിയാലോ? അപ്പോൾ ഞാൻ 2 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇവിടെ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് 2 മുട്ട. 2 മുട്ടയ്ക്ക് 1 സവാള, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് അതിന് ശേഷം സവാള ഇട്ട് കൊടുത്തു. സവാളയിലേക്ക് 1 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് അതിൻ്റെ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള തിളച്ച് വെള്ളം വറ്റി അപ്പോഴത്തേക്കും സവാള നന്നായിട്ട് വെന്തിട്ടുണ്ടാവുകയും എന്നിട്ട് നല്ലപോലെ വഴറ്റണം. അപ്പം വെളിച്ചെണ്ണയും അതിൽ തെളിഞ്ഞ് വരും. ആ വെളിച്ചെണ്ണയിലിട്ട് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ മാത്രം അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട വരഞ്ഞിട്ടുണ്ടാവണം കേട്ടോ, എന്നാലേ മസാലയൊക്കെ അതിനുള്ളിലേക്ക് കയറുള്ളൂ. എന്നിട്ട് ഇതുപോലെ മസാല എല്ലാ മുട്ടയുടെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഈ മുട്ടക്കറിയും കൂട്ടി ചോറുണ്ണാനായാലും ചപ്പാത്തി കഴിക്കാനായാലും. അപ്പോൾ ഇവിടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.